ഹായ്, ഞാൻ അഡ്വക്കേറ്റ് മുനീർ. തൊണ്ടി മുതൽ അതിന് നിയമത്തിലുള്ള പ്രസക്തിയെക്കുറിച്ച് ഒരു ചെറു വിവരണമാണ് ഈ കണ്ടന്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉം, ഒരു വിദേശ പൗരൻ ഇന്ത്യയിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുകയും പിടിക്കപ്പെട്ടതിനാൽ അതിൻ്റെ കേസിൻ്റെ ഭാഗമായിട്ട് ഈ പിടിക്കപ്പെട്ട വസ്തുക്കളും അതോടുകൂടി അദ്ദേഹം ഈ മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിലായിരുന്നു. ഈ അണ്ടർവെയർ അടക്കം കോടതിയിൽ എംഒസായി മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സീസർ മാസർ പ്രകാരം ബന്ദോബസ്തിലെടുത്ത് കോടതിയിൽ എത്തിയ സാധനം അന്ന് ജൂനിയർ അഡ്വക്കേറ്റായി വർക്ക് ചെയ്യുന്ന ആന്റണി രാജു എന്ന ഇപ്പോഴത്തെ MLA അദ്ദേഹം ഇത് കോടതിയിൽ നിന്നും പിൻവലിച്ചുകൊണ്ട് അത് മാറ്റം വരുത്തി തിരികെ വിചാരണ സമയത്ത് കോടതിയിലെത്തിക്കുകയും ആ കോടതിയിലെത്തിയ ഇതിൻ്റെ ഫലമായിട്ട് ഈ അണ്ടർവെയർ ധരിക്കാൻ പാകമാവാതെ കേസിന് ബാധിക്കുകയും അത് പ്രകാരം ആ പ്രതിയെ വെറുതെ വിടുന്ന ഒരു ചിത്രവും ഇന്നും ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ഈ കാര്യം പിന്നീട് ഏത് രീതിയിലാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ വിദേശത്ത് നിന്നും ഇദ്ദേഹം ഇവിടെ നിന്നും പോയി കേസ് തീർന്നു പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു കൊലപാതക കേസിൽ പെടുകയും അന്ന് ജയിലിൽ കിടക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന സഹ തടവുകാരനോട് ഈ കഥ പറയുകയും ചെയ്തത് അത് നേരെ ഇന്ത്യയിലുള്ള CBI വിഭാഗത്തെ അറിയിക്കുകയും അത് പ്രകാരം ആന്റണി രാജുവിനെതിരെ കേസെടുക്കുകയുമാണ് ഉണ്ടായത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം പോകുന്നതടക്കമുള്ള രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. 3 വർഷം തടവ് ഈ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ആകാശം ഇടിഞ്ഞു വീണാലും നിയമം ജയിക്കും എന്നതിനുള്ള ഒരു തെളിവ് കൂടിയായി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം.